നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ ഒരു ചിക്കൻ സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ വേവിക്കുകയോ സവാള വഴറ്റിയോ ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ അതിനായി ഒരു പിടി ചിക്കൻ പീസസ് ഏകദേശം ഒരേ നീളത്തിലും ഒരേ കനത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നോർത്തൊരു കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ചിക്കൻ ചുരുട്ട് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരേ നീളത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ കുറച്ച് മസാലകൾ നമുക്ക് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം സവാള അതും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. കുരുമുളകും പെരിഞ്ജീരകവും ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്യണമെന്നില്ല, ഇത് പിന്നെ നമ്മൾ അരക്കുമ്പം ക്രഷായി വന്നോളും. ഇനി 1 ടീസ്പൂൺ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് വല്ലാണ്ട് പേസ്റ്റ് ആണോന്നില്ല, കുരുമുളകും പെരിഞ്ജീരകവും കുറച്ച് തരിതരിപ്പോടെ കിടക്കണമായിരിക്കും നല്ലത്. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമ്മൾ ഈ ചിക്കനാണ് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ കുക്ക് ചെയ്യാതെയാണല്ലോ വെച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് കുക്കായി കിട്ടാനും നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് തൈര് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി ഇത് 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിൻ്റെ കവറിങ് തയ്യാറാക്കാണ്ട്, അപ്പോൾ അതിന് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 1/4 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ട് ഒന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചെടുത്ത് കുഴച്ചെടുത്താൽ മതി. എനിക്കിവിടെ 1/2 കപ്പ് വെള്ളം വേണ്ടി വന്നില്ല ഇത് കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ നെയ്ക്ക് പകരം നമുക്ക് ഓയിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ നെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇതും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് നേരിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് 3ആയി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. മിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ഉരുള എടുത്തൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ വട്ടത്തിലല്ല ഇത് പരത്തുന്നത്, അല്പം ഓയിൽ തടകിയിട്ട് നീളത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. പൊടിമിക്കേണ്ട ആവശ്യമില്ല, ഈ ഓയിലൊന്ന് തടകിയിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അല്പം കനത്തിൽ, ഒരുപാട് കനത്തിൽ വേണ്ട, അല്പം കനത്തിൽ ഇതൊന്ന് ഇതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. സമൂസ ഷീറ്റ് പോലെ നമുക്ക് വളരെ തിന്നായിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. അല്പം കനത്തിൽ വേണം പരത്താനായിട്ട്. അത് കാരണം പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ വല്ലാണ്ട് റൗണ്ട് ഷേപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നീളത്തിൽ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തി കിട്ടും. ഇനി നമുക്കിതിൻ്റെ എഡ്ജ് ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പീസും നമുക്ക് ഏതാണ്ട് സ്ക്വയർ ഷേപ്പിൽ വരാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. ഇനി നമുക്കതിൽ നിന്ന് ചിക്കൻ പീസസ് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഓരോ പീസ് വയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് 2 or 3 പീസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷീറ്റ് മാത്രം കാണിക്കുന്നുള്ളൂ. എല്ലാ ഷീറ്റും 3 ഷീറ്റും ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടി ഈ ഒരു ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ബാക്കിയുള്ള കുറച്ച് മസാല വരണ്ടിരിക്കുമല്ലോ, അതിനകത്തേക്ക് നമുക്ക് വഴറ്റാത്ത പച്ച സവാള നീളത്തിൽ അരിഞ്ഞത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ആക്കണമെന്നില്ല. എന്നിട്ട് ഇതിനൊപ്പം ഈ ചിക്കൻ പീസസിനൊപ്പം വെച്ച് കൊടുക്കാം. അപ്പോൾ സവാള കടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും, അതാണ് ഈ സവാള വെച്ച് കൊടുത്തത്. സവാള വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവാള കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ചെറിയ കഷ്ണമാണെങ്കിലും ചിലപ്പം ഈ ചുരുട്ടിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എണ്ണയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നീളത്തിൽ സവാള കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ ഫില്ലിങ് പുറത്തേക്ക് പോവാതെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ തന്നെ ഒട്ടിയിരുന്നോളും. ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ വിട്ടൊന്നും പോകുമൊന്നുമില്ല. പിന്നെ നമുക്കിതിൻ്റെ പശയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മൈദ കൊണ്ടുള്ള പശയൊന്നും തേക്കാതെ തന്നെ ഇത് നന്നായിട്ട് ഒട്ടി വന്നോളും.
അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഒട്ടും പ്രയാസമില്ലാണ്ട് തന്നെ ഒരു വിരൽ കൊണ്ട് ഒന്ന് ആ മസാല ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ചുരുട്ടിയെടുത്താൽ മതി. കണ്ടോ, ഒരു പ്രയാസമില്ലാണ്ട് നമുക്കിത് എളുപ്പത്തിൽ ചുരുട്ടിയെടുക്കാൻ പറ്റും. പിന്നെ രണ്ട് സൈഡും കവർ ചെയ്യണമെന്നില്ല, ഇതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കണമായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് കുറച്ച് ഓപ്പൺ ആയിട്ടിരിക്കണമായിരിക്കും കേട്ടോ നല്ലത്. ഇങ്ങനെ ഓപ്പണായി ഇരുന്ന് ഓർത്തിട്ട് എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല, കരിഞ്ഞൊന്നും പോകുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ഓയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ ഒരുപാട് അങ്ങോട്ട് ചൂടായി വരരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ചിക്കൻ നമുക്ക് വെന്ത് വരാനുണ്ട്. അപ്പം ഇടുന്നതിന് മുമ്പ് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള മസാലകളൊന്നും വേവില്ല, പ്രത്യേകിച്ച് ചിക്കൻ വേവില്ല. സവാള കുഴപ്പമില്ല, നമുക്ക് ചെറുതായിട്ട് കടിക്കുന്നത് ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ചിക്കൻ വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ സാധാരണ മറ്റ് ഫ്രൈസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്കിത് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിർദ്ദേശം എനിക്ക് തരാനുണ്ടെങ്കിൽ അത് തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്